ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ പുറത്തെല്ലാം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴയാണ് കേട്ടോ പെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ സ്ട്രോങ് ആയിട്ടൊരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഇഞ്ചി ഏലക്കായ എന്നിട്ടിട്ടുള്ള ചായ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ഇഞ്ചി ഏലക്കായ അതുപോലെ കറാമ്പൂവ് ഒക്കെ ഇട്ടിട്ട് ഞാൻ നല്ല സ്ട്രോങ് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു ചായ സ്ട്രോങ്ങിൽ ഉണ്ടാക്കി കുടിക്കുമ്പോൾ. പിന്നെ ഞാൻ രസം കടലയും ബുൾസയും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അത് രാവിലെ നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണല്ലോ. അപ്പോൾ മക്കൾക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലേശം എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഇതിപ്പോൾ അത്ര ധൃതിയൊന്നുമില്ല, കാരണം ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ ഒരു ശനി ഞായർ ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീക്കൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദുആകളും ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കാൻ നിന്നത്. അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറിനുള്ള അരിയും കൂടെ കൊണ്ട് കഴുകിയിടുകയാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് ഒന്നാണെങ്കിൽ വേറൊരാൾക്ക് വേറെ ഒന്നാണ്, അങ്ങനെ കേട്ടോ ഇവിടെ ഇഷ്ടം. അപ്പോൾ മീനാണെന്ന്. അപ്പോൾ മീൻ എൻ്റെ ചെറിയ മോൻ മീൻ കൂട്ടില്ല കേട്ടോ. അപ്പോൾ അവനക്ക് ഒരു മുട്ട പൊരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെണ്ടക്ക സാമ്പാറല്ല, വെണ്ടക്ക മുളക് ഇട്ടത്. ഞാനിതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്നൊക്കെ എങ്ങനെയും പോവുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ സൈഡ് ഡിഷായിട്ടൊന്നും ഉണ്ടാക്കുന്നത് പയറുപ്പേരിയാണ് കേട്ടോ. പയറുപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറുപ്പേരി. അപ്പോൾ ഇനി പയറുപ്പേരി കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് 2 വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് അതിന് ശേഷം കഴുകിയ പയറാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം ഒട്ടും ഞാൻ ആഡ് ചെയ്യില്ല. പിന്നെ മൂടി വെച്ചാണ് വേവിക്കുക ചെയ്യുക കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഈവനിങ് ആകുമ്പോൾ പ്രത്യേകിച്ച് മഴയാണല്ലോ. അപ്പോൾ അതിനകത്ത് മഴക്കാലമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാൻ തോന്നൂല്ലേ. അപ്പം ശേഷം ചെറുപയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖിയൻ ഉണ്ടാക്കുക കേട്ടോ. ഒരു റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ സുഖിയൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പഴം വാട്ടുകയാണ് കേട്ടോ. അപ്പോൾ മോനിക്ക് 2 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ലെസ് നെയ്യൊക്കെ ഒഴിച്ചിട്ട് പഴം വാട്ടിയെടുക്കാം കേട്ടോ. അതിൻ്റെ മധുരമുള്ള പഴമാണ്, അതുകൊണ്ട് തന്നെ ഷുഗർ ഒട്ടും ഞാൻ ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ മധുരമില്ലാത്ത പഴമാണ് എങ്കിൽ എന്തായാലും നമ്മൾ ഷുഗർ ലേശം ആഡ് ചെയ്യണം. അവർ മധുരമില്ലാണ്ട് മക്കൾ കഴിക്കില്ല. അപ്പോൾ ലേശം മധുരം ആക്കി കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മധുരമുള്ളതായത് കൊണ്ട് തന്നെ അതിന് വെറും നെയ്യിലങ്ങോട്ട് വാട്ടി കൊടുക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ലേശം ബീട്രൂട്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. അതുപോലെ മത്തിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിറ്റന്നത്തേണ്. അപ്പോൾ കറിവേപ്പില പൊട്ടിക്കാനുള്ള പ്രയത്നമാണ് കേട്ടോ. നല്ല മേലക്കാണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്നേ ഇല്ല. അപ്പോൾ തോട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളൂ. എനിക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.